ഹായ് എവരിവൺ, വെൽക്കം ടു F2 എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഴയെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും നിശബ്ദതകളെക്കുറിച്ചും അവയെല്ലാം മനോഹര വികാരങ്ങളാക്കി മാറ്റിയ ചില ആനിമേ സിനിമകളെക്കുറിച്ചുമാണ്. ആദ്യം പറയേണ്ട പേര് മക്കാട്ടോ ഷിൻകായ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് വെറും അനിമയല്ല, മറിച്ച് ഒരു ഫീലിങ്സ് ആണ്. ദ ഗാർഡൻ ഓഫ് വേർഡ്സ്, മഴ പെയ്യുന്ന ഒരു പ്രഭാതം, ഒരു നിശബ്ദമായ പൂന്തോട്ടം, അവിടെ കണ്ടുമുട്ടുന്ന രണ്ടാളുകൾ. ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത് ചില കണ്ടുമുട്ടലുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മകളായി നിലനിൽക്കാനാണ് വരുന്നത്. അതുപോലെ യുവർ നെയിം, പരസ്പരം അറിയാത്ത രണ്ട് മനുഷ്യർ, പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സമയത്തിനും ദൂരത്തിനും പോലും ആ ബന്ധത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഈ സിനിമ വളരെ മനോഹരമായി കാണിച്ചു തരുന്നു. നെക്സ്റ്റ്, വെതറും വിത്ത് യു. തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു നഗരം, പക്ഷേ ആ മഴയ്ക്കിടയിലും പ്രകാശം കണ്ടെത്താൻ കഴിയുമെന്ന്, പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കില്ലെന്ന് ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ്, സുസൂമി. ചില വാതിലുകൾ അടയുമ്പോൾ പുതിയ വഴികൾ തുറക്കുമെന്ന്, വേദനകൾക്ക് ശേഷവും ജീവിതം മുന്നോട്ട് പോകുമെന്ന് ഈ സിനിമ പറയാതെ പറയുന്നുണ്ട്. അതുപോലെ ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രീസ്. ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം എത്ര ചെറുതാണെന്നും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്നുമാണ്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാകൂ, പക്ഷേ അവർ സമ്മാനിക്കുന്ന ഓർമ്മകൾ അത് ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അടുത്തത് ദ ടണൽ ടു സമ്മർ എക്സിറ്റ്സ് ഓഫ് ഗുഡ് ബൈസ്. ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷേ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മളെ മറന്നുകൊണ്ടല്ല, അവയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് എന്ന കാര്യം ഈ സിനിമ വളരെ ശാന്തമായി നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഇടുന്നത്? ഒരു പക്ഷേ മഴയ്ക്കൊരു പ്രത്യേക ഭാഷയുണ്ട്. ജാലകച്ചില്ലുകളിൽ പതിയുന്ന മഴത്തുള്ളികൾ, മഴ കഴിഞ്ഞുള്ള മണ്ണിൻ്റെ മണം, ഒരു ചൂടൻ ചായ, ഹെഡ്ഫോണിലൂടെ ഒഴുകുന്ന പ്രിയപ്പെട്ട പാട്ട്, ഇവയെല്ലാം നമ്മൾ മറന്നുപോയ ചില നിമിഷങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ആരെയെങ്കിലും മിസ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ പഴയ ദിവസങ്ങളെ ഓർമ്മയുണ്ടാകാം, അല്ലെങ്കിൽ കാരണമൊന്നുമില്ലാതെ മനസ്സ് ശാന്തമാകുന്നുണ്ടാവാം. കാരണം മഴയ്ക്ക് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ അറിയാം. മക്കാട്ടോ ഷിൻകായുടെ ലോകത്ത് മഴയ്ക്ക് ശബ്ദമുണ്ട്, നിശബ്ദതയ്ക്ക് അർത്ഥമുണ്ട്, ഓർമ്മകൾക്ക് നിറമുണ്ട്. അതുകൊണ്ടായിരിക്കാം മഴ പെയ്യുന്ന രാത്രികൾ നമ്മൾ ജനലരികിലിരുന്ന് ആകാശത്ത് നോക്കി പഴയ ഓർമ്മകൾ നഷ്ടപ്പെടുന്നത്. കാരണം ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ നിമിഷങ്ങൾ വലിയ കാര്യങ്ങളിലല്ല, ഒരു മഴത്തുള്ളിയിൽ, ഒരു പുഞ്ചിരിയിൽ, ഒരു പ്രിയപ്പെട്ട പാട്ടിൽ, അല്ലെങ്കിൽ ഒരിക്കലും തിരികെ വരാത്ത ചില ഓർമ്മകളിലായിരിക്കും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ചില മഴകൾ നമ്മളെ നനയ്ക്കുന്നില്ലെങ്കിലും കൂടുതൽ നമ്മളെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഇമോഷണൽ അനിമ ഏതാണ്? യുവർ നെയിം, വെതറും വിത്ത് യു, ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രീസ്, ദ ടണൽ ടു സമ്മർ എക്സിറ്റ്സ് ഓഫ് ഗുഡ് ബൈസ്, അല്ലെങ്കിൽ ദ ഗാർഡൻ ഓഫ് വേർഡ്സ്. കമൻറ്റ് ചെയ്യുക. ഇതുപോലെ റിലാക്സിങ് ആൻഡ് ഇമോഷണൽ എക്സ്പ്ലെയിൻ വീഡിയോക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.